അപ്പൊ ശരീരത്തിൽ അങ്ങനത്തെ ഒരു അവസ്ഥ സ്വീകരിച്ചപ്പോൾ മലക്കുകൾ വരാതായെങ്കിൽ, പരിശുദ്ധരായവർ വരാതായെങ്കിൽ നമ്മുടെ വീടിന്റെ അന്തർഭാഗങ്ങൾ സിനിമാലയങ്ങളാകരുത്. മുമ്പൊക്കെ ഒരു ഡൈനിങ് ഹാളിൽ മാത്രം സിനിമ ഓടിയിരുന്നത് ഓരോ കട്ടിലും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ചെറിയ മക്കളടക്കം പലതും മറിച്ചു നോക്കി സെക്സ് കണ്ട്, സിനിമ കണ്ട്, വിവാഹം കഴിഞ്ഞിട്ടും വികേന്ദ്രീകരിക്കപ്പെടാനുള്ള നല്ല വഴി അല്ലാഹു തആല കൊടുത്തിട്ടും മതിയാകാത്ത എത്ര മണ്ടന്മാരുണ്ട്. ഞാൻ അവരങ്ങനെ വിളിക്കുന്നത് ബോധപൂർവമാണെന്ന് കരുതിക്കോളൂ. നല്ല ഹലാലായ വിചാര നിർവഹണത്തിന് മതിയായ ഇണയെ അല്ലാഹു കൊടുത്തിട്ടും സെക്സിന്റെ സുഖത്തിന് നീ ഇങ്ങനെ അടിമപ്പെടേണ്ടതുണ്ടോ? സിനിമയുടെ സുഖത്തിന് നീ അടിമപ്പെടേണ്ടതുണ്ടോ? പിന്നെയും അതൊക്കെ നോക്കിയിട്ട് നിന്റെ കണ്ണും കൽബും ഒക്കെ അശുദ്ധമാക്കേണ്ടതുണ്ടോ? നിന്റെ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും വൃത്തികേടാക്കേണ്ടതുണ്ടോ? 4 മക്കള് താമസിക്കുന്ന 4 റൂമിലെ ചിത്രം ഈ അടുത്തൊരു മാസികയിലൂടെ നിങ്ങൾ വായിച്ചില്ലേ? 4 മക്കള് 4 റൂമിലാ കിടക്കുന്നത്. ഒരാൾ SSLC-കാരനാണ്, മറ്റൊരാള് +2-കാരനാണ്, വേറൊരാൾ ഡിഗ്രി സെക്കൻഡ് ഇയർ ആണ്, വേറൊരാൾ വിവാഹം അന്വേഷിച്ച് നിക്കാഹ് കഴിഞ്ഞ ആളാണ്. ഒരു ബാപ്പയുടെ 4 മക്കള്, 4 റൂം അവർക്ക് ബാപ്പ ഉണ്ടാക്കിയിട്ടുണ്ട്. ബാപ്പയും ഉമ്മയും നല്ല ദീനിയായത് കൊണ്ടാണ് പെട്ടെന്ന് അറിഞ്ഞ് നന്നാക്കാൻ പറ്റിയത്. 4 പേരുടെ കയ്യിലും ചില്ലറ ജോലിയെടുത്ത് കിട്ടിയിട്ട് വാങ്ങിയ ഉപകരണങ്ങളുമായി 2 മണി സമയം വരെ സെക്സിന്റെ സല്ലാപമാണ്. ഉപ്പമാരെ ഉമ്മമാരെ നല്ലോണം കരുതണം. വീട്ടിലങ്ങ് നിങ്ങളൊരു യാസീനോതുമ്പോഴേക്ക് മലക്കങ്ങ് വരുമെന്ന് കരുതണ്ട. പരിശുദ്ധിക്ക് മറ്റൊരു കുറവുണ്ടോ? അവര് വരൂല.